ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊണ്ടോട്ടി ഫെസ്റ്റിൻ്റെ എവിടെയാണ് കേട്ടോ. കൊണ്ടോട്ടി ഫെസ്റ്റിലാണ്. ഇവിടെ ഇപ്പോൾ കൊണ്ടോട്ടി ഫെസ്റ്റ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഇതിൽ പോകുമ്പോൾ ഒന്ന് കയറണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഞാനും കുട്ടസും കൂടി കയറിയിട്ട് അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ച് പ്രത്യേകത ഇതിനുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ കൊണ്ടോട്ടി നിറച്ച കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഫെസ്റ്റിനുണ്ട് കേട്ടോ. അപ്പോൾ കൊണ്ടോട്ടി നേർച്ചേണ്ടത് ഇനി 7-ാം തീയതി മുതലാണ് നേർച്ചയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെ ഒന്ന് ടിക്കറ്റ് എടുത്താണ് നോക്കാം. ഇവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മളും ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് 30 രൂപയാണ്. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലിനോട്ട് തന്നെ ഇടതുവശത്തായിട്ട് സ്റ്റേജ് ഉണ്ട് കേട്ടോ. സ്റ്റേജിൻ്റെ ഉള്ളിൽ ഗാനമേളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വാച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ഫാമിലികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പിന്നെ വലത് സൈഡിലായിട്ടാണ് നമുക്ക് ചാട്ടിരിക്കോട്ട, പിന്നെ അതേമാതിരി അങ്ങനെ കുറേ കുട്ടികളെ എന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെ ഗെയിമിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക, എന്തൊക്കെയുള്ളതെന്നൊക്കെ ഫുള്ളായിട്ട് നോക്കണമല്ലോ. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ലവ് ചിഹ്നം, പിന്നെ അതേപോലെ ലവ് കൊണ്ടോട്ടി, പിന്നെ അതിനോട് ചാരിയിട്ട് തന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കാശ്മീർ അങ്ങനത്തെ സംഭവമൊക്കെ ഇവിടെ 8,000 സ്ക്വയർ ഫീറ്റിലാണെന്നാണ് പറയുന്നത്. കയറുന്നില്ല. ഇപ്പം 50 രൂപയാണ്. അപ്പം നമ്മളോട് സ്കിപ്പ് ചെയ്തു. നേരെ ഇനി എന്താ പറയുക ഗെയിമും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കുട്ടൂസാണ് ഉള്ളത്. അപ്പോൾ കുട്ടൂസിന് ഇഷ്ടപ്പെടുന്ന മേഖല നോക്കണം. അപ്പോൾ ഇവിടെ കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്സ് വാങ്ങണമെന്നൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ കാണിക്കും. പിന്നെ ഇവിടെ ഉള്ള ഊഞ്ഞാലിൻ്റെ തോണിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കയറി ചാടാനൊക്കെ പറ്റിയ ഒരു ബലൂണൊക്കെ വെച്ചിട്ടുണ്ടായിട്ട് അതിന് പ്രത്യേകത അറിയില്ല. ഇതിൻ്റെ നമ്മളെ കുട്ടൂസ് പിന്നെ അതിൽ പോകാനായിട്ട് 1.5 വയസ്സുണ്ടായിട്ട്. അപ്പോൾ പിന്നെ ഉള്ളത് മരണക്കിണറിൻ്റെ, പിന്നെ ഡ്രാഗണിൻ്റെ ട്രെയിനുണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കാറ്, പിന്നെ അതുപോലെ ഇതിനിപ്പോൾ എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം മയിലിൻ്റെ പുറത്തൊക്കെ കയറിയാണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാം. പിന്നെ മെയിനായിട്ട് ഇവിടെ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗാനമേള കുറച്ചേരം ആസ്വദിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരുപാട് ഫാമിലികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ആളുകൾ ഉണ്ടാവുമെന്ന് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം അത്രയും ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന്. പുറത്തുനിന്ന് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ ആസ്വദിക്കാനും വേണ്ടി വന്നത്. ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം മരണങ്ങളൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഇവിടെ മരണങ്ങളെന്ന് പറഞ്ഞാൽ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു
മരണക്കിണറത്തെ കാഴ്ചയൊക്കെ കണ്ടാണ്ട് കുട്ടൂസ് ആകെ അന്തപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, കൂടുതൽ വിശേഷമായിട്ട്. അപ്പോൾ ബൈ.